ഇൻ്റർവ്യൂ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സോറി എനിക്ക് ആ ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ ഒരു ലൈഫിൽ കയറിയിട്ട് മീഡിയ ആണെങ്കിലും ഇപ്പോൾ ഇതുപോലെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും കയറി ഒരുപാട് അഭിപ്രായങ്ങൾ സ്വയമായിട്ട് പറയുമല്ലോ. ലാൽ സാർ തോളിൽ കൈയിടാറുണ്ടോ, ബിജുമൻ എന്ത് പറയുന്നു, പൃഥ്വിരാജ് എങ്ങനെയാണ് നിങ്ങളോട് പെരുമാറുന്നത്, ചില ചാനൽസിന് ചില മീഡിയയ്ക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എനിക്കെന്തോ ഒരു ഭയങ്കര വിയോജിപ്പുള്ളൊരു ക്വസ്റ്റ്യനാണ്. അത് എന്താണ് അവർ പെരുമാറിയത്, എങ്ങനെ അവർ ചിരിച്ചോ കരഞ്ഞോ തൊട്ടോ പിടിച്ചോ ഇങ്ങനെ ചോദിക്കുന്നത് എനിക്കൊരു ഭയങ്കര വിയോജിപ്പുള്ളൊരു സാധനമാണ്. പക്ഷെ എന്നാലും ചിലർ ചോദിക്കും, ചിരിച്ചുകൊണ്ട് ചില മറുപടി പറയും, ചിലപ്പം മിണ്ടാതിരിക്കും, ചിരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ അതിനെ നമുക്ക് ഒപ്പോസ് ചെയ്യാൻ പറ്റും. എനിക്ക് 1-2 സ്ഥലത്ത് എനിക്ക് ചെറിയ ദേഷ്യമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇൻ്റർവ്യൂ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സോറി എനിക്ക് ആ ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മനഃപൂർവ്വം ഹേർട്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് എന്നെ മാത്രമല്ല മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉത്തരം കിട്ടുമോ, ചോദ്യം അങ്ങനെ എന്തെങ്കിലും മറുപടി കിട്ടുമോ എന്നൊക്കെ അറിയാൻ. അത് ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല മാക്സിമം.